അപ്പം ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പോഡ്കാസ്റ്റ് എപ്പിസോഡ്. ഞങ്ങളുടെ ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് അറ്റ് എനി സോർട്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് മീഡിയ അല്ലേ ഇത്? അതെ, സത്യം. ഇന്ന് ഏത് ദിവസാ? ഇന്ന് ചിങ്ങം ഒന്നേടി എന്തോ ഒരു അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്ത അല്ലെങ്കിലും ചിങ്ങം 1 ആണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നത്. അപ്പം നല്ലൊരു ശുഭാരംഭത്തിന് തുടക്കമാവട്ടെ. ശുഭാരംഭമാണോ ഈ തുടക്കം എന്ന് പറയുന്നത്? ശുഭാരംഭമായിരിക്കട്ടെ. ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റിലുടനീളം ഇങ്ങനത്തെ മണ്ടത്തരങ്ങളും അല്ലേ, അതെ, കുറെ പൊട്ടത്തരങ്ങളും കൂടി കലർന്ന ഒരു ലേറ്റ് 20s-ലുള്ള 2 വയോധികരാണ് യുവതികളാണ് നമ്മൾ ടെക്നിക്കലി. 2 യുവതികളുടെ പോഡ്കാസ്റ്റ് ആണിത്. സോ പ്ലീസ് ബെയർ വിത്ത് us. ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നത്? നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ജീവിതം, അതിലുണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ. അത് പലർക്കും എനിക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. നമ്മൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം വലിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുള്ള അറിവും വിജ്ഞാനവും ഇപ്പം നിലവിൽ എനിക്കില്ല. എനിക്കുമില്ല. പിന്നെ ആൾക്കാർക്ക് കുറച്ചുകൂടെ റോ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നു. കുറെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിലും നല്ലത് ഡൈജസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. എൻ്റെ മണ്ടത്തരങ്ങളൊക്കെ ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും കണ്ണും പൂട്ടി അങ്ങ് നമ്മൾ തുടങ്ങുവാണ്. അതെ, നമ്മുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയണോ? പേരൊന്നും അല്ല, പേരൊക്കെ ഞങ്ങൾ അനോണിമസ് ആയിട്ട് വെക്കാം. ഇത് ട്രിം ചെയ്യണോ? അവിടെ അത് വേണമെങ്കിൽ ട്രിം ചെയ്യും. ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. മറിമാണ്ട നീ തുടങ്ങിക്കോ. ഞാനും കുഷ്മാൻഡവും കുഷ്മാൻഡവും തന്നെയാണോ വായിക്കുന്നത്? അതെ, കുഷ്മാൻഡം. കുഷ്മാൻഡവും 10 വർഷമായിട്ടുള്ള തിക് ഫ്രണ്ട്സ് ആണ്. ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കൊരു പോഡ്കാസ്റ്റ് തുടങ്ങിക്കൂടാ. അപ്പോ ലൈക്ക് ഒരു പോഡ്കാസ്റ്റ് എന്നതിലുപരി ഒരു 2 ബെസ്റ്റ് ഫ്രണ്ട്സിന് സംസാരിക്കാനായിട്ട്, ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കര എന്റർടൈൻമെന്റ് ആൻഡ് എൻജോയബിൾ ആയിട്ട് തോന്നുന്നതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു പോഡ്കാസ്റ്റ്. ഞങ്ങൾ യൂഷ്വലി സംസാരിക്കുന്നത് ഭയങ്കര എന്റർടൈനിങ് ആണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്കിതൊരു പോഡ്കാസ്റ്റ് ആയിട്ട് ചെയ്തുകൂടാ. അപ്പൊ ഞങ്ങൾ 2 പേരും 2 സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി ചെയ്യുന്നു. അങ്ങനെയാണ് ഈ പോഡ്കാസ്റ്റ് ജന്മമെടുത്തത്. അതെ അതെ. എഞ്ചിനീയറിംഗ് കാര്യങ്ങളിലൊക്കെ കുഷ്മാണ്ഡമാണ് ചെയ്യുന്നത്. എനിക്ക് സത്യം പറഞ്ഞ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇത് ഞങ്ങൾ പിന്നെ നോക്കുമ്പോൾ ഉള്ള പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസ് എല്ലാം പെയ്ഡാണ്. ഞങ്ങൾ ഇതിപ്പം ചുളിവിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റിൽ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 ഇൻഡിവിജ്വൽ പ്രൊഫൈൽ പിക്ചർ വേണമായിരുന്നു. അതുകൊണ്ട് ഞാനത് വരച്ച് കയറ്റി. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കലയുടെ നിലവാരം. ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ 1-2 തവണയൊക്കെ വിളിക്കുമ്പോൾ 1.5 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കും. ഞങ്ങൾ പല ടോപ്പിക്സ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഇപ്പം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും കോൺസ്പിറസി തിയറീസ്, അങ്ങനെ ഞങ്ങളുടേതായ ഒരു സില്ലി കോൺവെർസേഷൻ എപ്പോഴും വരാറുണ്ട്. ഇപ്പം ഞങ്ങളുടെ സംസാരം ചിലപ്പം പ്രത്യേകിച്ച് എൻ്റെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അധികം സംസാരിക്കാത്ത ആളാണ് ഞാൻ. ആകെ മിണ്ടുന്നത് ഇവളോടാണ്. അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് പോഡ്കാസ്റ്റ് ആക്കിക്കൂടാ. എന്തായാലും ഞങ്ങളുടെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. ഞങ്ങൾ കുറച്ച് ലാഗൊക്കെ ആക്കും, കുറച്ച് ബോറടിയൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സ്വാഗതം. നമ്മൾ
അതെ, ഇനി ഞങ്ങളെങ്ങാനും വലിയ ഹിറ്റ് ആൾക്കാരാവുകയാണെങ്കിൽ ഞങ്ങൾ തുടക്കം മുതലേ ഉള്ളതാണെന്ന് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഇപ്പോഴേ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, സ്വാഗതം. ഈശ്വര പ്രാർത്ഥന വേണോ? ദൈവമേ, എനിക്കറിയാവുന്നൊരു ഈശ്വര പ്രാർത്ഥനയുണ്ട്, പക്ഷെ അത് പാടുകയാണെങ്കിൽ നമ്മൾ ഇവിടെയാണ് പഠിച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. അതെ. പിന്നെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ശബ്ദമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഞങ്ങളല്ല. നമുക്ക് വേറെ സുഹൃത്തുക്കളുണ്ടോ? സത്യം, എനിക്ക് ആകെ ഒരു സുഹൃത്തേ ഉള്ളത്. അത് സംതിങ് നമുക്ക് പിന്നീട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്. ഞങ്ങൾ രണ്ടുപേരും എന്താണ്, കോളേജ് ആണെങ്കിലും സ്കൂളാണെങ്കിലും എനിക്ക് അത്യാവശ്യം തിക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത്യാവശ്യം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു അഡൽട്ട് ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അത് ചുരുങ്ങി ഒരാൾ. എനിക്ക് തോന്നുന്നു ഇപ്പം അഡൽട്ട് ലൈഫിൽ നമുക്ക് മിക്കവാർക്കും എൻകൗണ്ടർ ചെയ്യുന്ന പ്രശ്നമായിരിക്കും. നമുക്ക് കോളേജിലൊക്കെ ആണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും വലിയൊരു ഫ്രണ്ട് ഗ്രൂപ്പ് കാണും. പക്ഷേ പ്രായം കൂടുന്തോറും അത് ചുരുങ്ങി ഇപ്പം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന 1-2 പേരിലേക്കായിട്ട് ചുരുങ്ങും. അത് വളരെ നോർമലാണ്. എനിക്ക് ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമേ ഇങ്ങനെ ആൾക്കാർ പോവുകയാണ്, പഴയ ആ ഒരു സൗഹൃദം നിൽക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പിന്നീട് ഏറ്റവും എല്ലാത്തിനും അക്സെപ്റ്റൻസ് ഈസ് കീ എന്നല്ല പറയുന്നത്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഐ ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അങ്ങനെ പറയാം. എനിക്ക് കുറച്ചുകൂടെ അത് എളുപ്പമായിരുന്നു ആക്ച്വലി. ഞാൻ പൊതുവെ ഞാൻ ലെറ്റ് ഗോ ചെയ്യുമായിരുന്നു ആൾക്കാരെ. ലൈക്ക് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ബിഹേവിയർ, അല്ലെങ്കിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഇല്ല എനിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ ഡയറക്ട്ലി അവരുടെ അടുത്ത് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യത്തൊന്നുമില്ല, സ്റ്റോപ്പ് ചെയ്യും. അത് ഞാൻ നിന്റെ അഡ്മയർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കെന്ന് പറയുമ്പം ഇപ്പം എനിക്ക് അധികം കൂട്ടുകാരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എനിക്കൊരു 10-15 പേര് അക്വൈൻറ്റൻസ് അത്യാവശ്യം ക്ലോസ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ക്ലോസ് ആയിട്ടുള്ളവരോട് ഞാൻ കുറച്ച് നല്ലൊരു പേഴ്സണൽ കണക്ഷൻ ഉള്ള വ്യക്തികളുമായിരുന്നു. അപ്പം അവർ പെട്ടെന്നൊരു ഡിസ്റ്റൻസ് വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരിക എന്ന് പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. പക്ഷേ സമയം പോയതനുസരിച്ച് ഇപ്പം ഞാൻ 22 വയസ്സിൽ ചിന്തിക്കുന്ന പോലെയല്ല നമ്മൾ എക്സ് വയസ്സിൽ ചിന്തിക്കുന്നത്. നമ്മുടെ വയസ്സ് നമ്മൾ വെളിപ്പെടുത്തില്ല. പക്ഷേ കാലക്രമേണ എല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. അത് ഓർക്കുമ്പോൾ ഒരു സന്തോഷം. പിന്നെ ഇന്ന് നമ്മള് എന്തെങ്കിലും ടോപ്പിക് സംസാരിക്കുന്നുണ്ടോ അതോ ജസ്റ്റ് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പോലെയുള്ളോ? ഇന്ന് നമുക്ക് നമ്മൾ ഡെയിലി ജീവിതം, ലൈഫ് എന്നതിനെ കുറിച്ച് പറയാം. അതെ, ഇപ്പൊ ഞങ്ങളെ കേൾക്കുന്ന ലിസണേഴ്സ് ഭയങ്കരമായ ഒരു ടോപ്പിക് സ്പെസിഫിക് പോഡ്കാസ്റ്റ് ആയിരിക്കും ഇതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ എപ്പോഴും ഒരു ടോപ്പിക്കിൽ നിന്ന് തുടങ്ങി പിന്നെ അവസാനിക്കുന്നത് വേറെ എവിടെയെങ്കിലും ഒക്കെ. ബട്ട് വോണ്ട് ടു ഗോ കുറച്ചും കൂടെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നോക്കാം, അല്ലേ? അതെ. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ വീട്ടിലെ അമ്മായിയമ്മയുടെ കാര്യം സംസാരിച്ചിട്ട് അവസാനം ചന്ദ്രനിൽ മനുഷ്യൻ കയറിയോ എന്നൊക്കെയാണ് ടോപ്പിക്ക് എത്താറുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയവ് ചെയ്ത് ക്ഷമിക്കണം. അമ്മായിമ്മയുടെ ടോപ്പിക് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പോകും ഞങ്ങൾ 2 പേരും വിവാഹിതരായിട്ടുള്ള, അല്ലേ? അതെ. ഞങ്ങളുടെ കെട്ടിയവന്മാരിങ്ങനെ വായും പൊളിച്ചവിടെ നിൽക്കുന്നുണ്ട്. ഇവരെന്തുവാണ് ഈ സംഭവിക്കുന്നത്? പക്ഷെ ഞങ്ങൾ ഹിറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ അവരെ തിരിച്ചു തുറച്ചു നോക്കുന്നതായിരിക്കും. എങ്ങനെ ഇരുന്ന് കൊച്ചിച്ച് തള്ളിയില്ലേ. പക്ഷെ ഇല്ല. ബട്ട് താങ്ക്ഫുള്ളി ദൈവം അനുഗ്രഹിച്ച് 2 പേർക്കും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹസ്ബൻഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം നന്നായിട്ട് പോകുന്നു. ഇപ്പം ഒരു പോയിന്റ്,
ഞാൻ ഞാനിവിടെ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും മലയാളികളാണ്. വർഷങ്ങളായിട്ട് ഇപ്പോൾ ജർമ്മനി. വേണ്ട, ഞാനിത് ബ്ലീപ്പ് ചെയ്യാൻ നോക്കാം. അയ്യോ എടി, അതും ചിരിക്കില്ലേടി, എനിക്ക് ട്രിം ചെയ്യാനുള്ളതാ. എന്റെ ദൈവമേ, ഇത് ബാക്കിയുള്ളവർക്ക് എന്റർടൈനിങ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞൂല, പക്ഷെ ഇത് നമുക്ക് വളരെ അതെ അതെ, നമുക്ക് ഇനി വല്ല ഉറക്കം തൂങ്ങാനൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് തിരിച്ചു തരാം, എന്നിട്ട് ഇത് തന്നെ കേൾക്കാം. ഞാൻ കുഷ്മാൻഡം പറഞ്ഞതുപോലെ ഇവിടെ ജർമ്മനിയിലാണ്. ജർമ്മനിയിലെ ലൈഫും കാര്യങ്ങളും ഒക്കെ വേറൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഇന്ന് ജസ്റ്റ് അതെ, ഞാനും കുഷ്മാൻഡവും തമ്മിൽ 3.5 മണിക്കൂർ വ്യത്യാസമല്ലേ? അതെ അതെ, 3.5 മണിക്കൂർ. ഇപ്പൊ ഇവിടെ 11 മണിയായി, അവിടെ എത്ര മണിയായി? ഇവിടെ 2:31. അപ്പോൾ ടൈം കുറച്ചും കൂടെ ഡിഫറൻസ് വ്യത്യാസമില്ലേ? 12. ഒരു കണക്കിന് കാനഡയിൽ അങ്ങനെയൊക്കെ ആവാത്തത് വളരെ നല്ല കാര്യം. ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന സമയം വളരെ കുറഞ്ഞേനെ. നിനക്ക് നട്ടുച്ചയ്ക്കും എനിക്ക് നട്ടാപ്പതിരായേനെ. അതെ അതെ അതെ. പിന്നെ ഒരു ഡെയിലി ലൈഫ് പറഞ്ഞാലോ, എന്റെ ഡെയിലി ലൈഫ് കുറച്ച് ബോറിങ്ങും അല്ലെ, കുറച്ച് എക്സൈറ്റിങ്ങും ഒക്കെയാണ്. എനിക്ക് ജോലിയുള്ള ദിവസം അങ്ങനെ പ്രത്യേകിച്ച് ഹാപ്പനിങ്സ് ഒന്നും ഇല്ല. രാവിലെ എഴുന്നേക്കുന്ന പാടി ഒരു കോഫി ഒക്കെ കുടിച്ച് ലോഗിൻ ചെയ്യും. ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് മോസ്റ്റ്ലി. അപ്പം എന്തെങ്കിലും മെസ്സേജസ് മെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യും. പിന്നെ ഉച്ചവരെ ഇടയ്ക്ക് ഫ്രഷപ്പ് ഒക്കെ ആവും. എന്നിട്ട് ഉച്ച ഒരു 12 ആവുമ്പോഴേ ഇവിടെ എല്ലാവരും ലഞ്ചിന് പോകുന്നത്. എന്നിട്ട് ലഞ്ച് കഴിക്കും. ഇന്ത്യൻ ലഞ്ചാണ് മോസ്റ്റ്ലി ഇവിടെ എപ്പോഴും. എന്നിട്ട് വീണ്ടും ഒരു 12.5 അരമണിക്കൂറേ ഉള്ളൂ ഇവിടെ ലഞ്ച് ബ്രേക്ക്. പിന്നെ ഒരു 12.5 ആകുമ്പം ജോയിൻ ചെയ്യും. എന്നിട്ട് ഒരു 4:30-5 മണി വരെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് യൂഷ്വൽ വർക്കിംഗ് ടൈം. പിന്നെ 5 മണിയൊക്കെ കഴിയുമ്പം എന്നിട്ട് ഇങ്ങനെ കുറെ നേരം റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കും. പിന്നെ എന്തെങ്കിലും ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അത് പോവും. നല്ല വെതർ ആണെങ്കിൽ പുറത്ത് നടക്കാൻ പോകും. ഇപ്പം ഇവിടെ സമ്മറാണ്, ഭയങ്കര എന്താണ് ഹീറ്റ് വേവ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം. 10-35 ഡിഗ്രി ഉണ്ട്. ആരെങ്കിലും ജർമ്മനി താമസിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക്. ഇപ്പോഴത്തെ ചൂടിൽ സർവൈവ് ചെയ്യാൻ പറ്റട്ടെ. ഞങ്ങളിവിടെ ഒരു ടോപ്പ് ഫ്ലോറിലാണ് താമസിക്കുന്നത്, അപ്പൊ ഭയങ്കര ചൂടാണ്. എല്ലാവരും ഒരു ഐസ് ക്യൂബുമായി നടക്കാൻ ശ്രദ്ധിക്കുക. അതെ. പിന്നെ നടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് ഡിന്നർ കഴിക്കുന്നു. അങ്ങനെ ഒരു 11 ആവുമ്പോ കിടക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടുള്ള ഡേ ടു ഡേ ഇതൊന്നും ഇല്ല എനിക്ക്. ഒരു യൂഷ്വൽ നോർമൽ ഡേ ടു ഡേ ലൈഫാണ്. ഇനി കുഷ്മാണ്ഡത്തിന്റെ എൻ്റെ കാര്യം, ഇപ്പോൾ ഞാൻ ടെമ്പററി അൺഎംപ്ലോയിഡ് ആണ്. അൺഎംപ്ലോയിഡ് ഓർ ജോബ്ലെസ് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് എൻ്റെ ജോലി ഞാൻ ക്വിറ്റ് ചെയ്തു. ഞാൻ ഒരു ബിഗ് 4 കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൺസൾട്ടൻ്റായിട്ട്. പിന്നെ എനിക്കൊരു ജോബ് ചേഞ്ച് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു വർഷമായിട്ട് ഇങ്ങനെ കുറച്ച് അലസത പിടിച്ചോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം എൻ്റെ ദൈനംദിന ജീവിതം വളരെ മോണോട്ടോണസ് ആയിരുന്നു. അപ്പം എനിക്കൊരു വ്യത്യാസവും കൂടെ വരണമായിരുന്നു. അതാണ് ഞാൻ പിന്നെ ഈ പോഡ്കാസ്റ്റിലേക്ക് വന്നത്. പിന്നെ ഞാനിപ്പോൾ പറയാം, ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഒരാളുടെ ഡേ ടു ഡേ ലൈഫ്. ഞാനിപ്പോൾ രാവിലെ എണീറ്റ് 8 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് എണീക്കും. എന്നിട്ട് ഞാൻ 9:15 ആകുമ്പോൾ ജിമ്മിൽ പോവും. അവിടെ ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ കുറേ നേരം റീല് കാണും. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കും. എൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിൻ്റെ എക്സ്പെർട്ടൈസ് കാരണമാണോന്നറിയില്ല, ഞാനൊരു തോരനും ഒരു ചോറും പിന്നെ വേറൊരു ചാറുകറിയും ഉണ്ടാക്കുമ്പോഴത്തേക്കും 3 മണിക്കൂർ കഴിയും. പിന്നെ കിച്ചൺ ക്ലീനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒരു സിനിമ കാണും. എന്നിട്ട് ഞാൻ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ വല്ലതും ഇരുന്ന് പഠിക്കും. എനിക്ക് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊണ്ട് ഇങ്ങനത്തെ ഈ ജാവാസ്ക്രിപ്റ്റൊക്കെ വെച്ചുകൊണ്ട് ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബ് ഷോർട്സ്
ഡിസേബിൾ ചെയ്യുന്നൊരു ക്രോം എക്സ്റ്റൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നീട് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഹസ്ബൻഡിൻ്റെ കൂടെ ഞങ്ങൾ ഒരു സിനിമയൊക്കെ കാണും. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങും. രാവിലെ വീണ്ടും എണീക്കും. ഇത് തന്നെ റിപ്പീറ്റ്. ഇതാണ് എൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ. നമ്മളിങ്ങനെ ഇടയ്ക്ക് മിക്കവാറും ഞാനും മറിമാണ്ടവും കൂടെ ഫ്രൈഡേയോ സാറ്റർഡേയോ ഒരു വിളി കാണും. അതെ, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ, ഡേ ടു ഡേ ലൈഫ്, പഴയ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു മിക്സ്, അയവിറക്കൽ, ഇതെല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ അതുള്ളത് കൊണ്ട് ഞങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. ഇപ്പം മിക്കവർക്കും ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ മനസ്സ് തുറന്ന് ഒന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എല്ലാം കൂട്ടി വെക്കണം. അത് വരുമ്പോൾ കുറേ കാലത്തിന് ശേഷം ഇതൊരു പ്രഷർ കുക്കറിലായിരിക്കുന്ന പോലെയല്ല. പക്ഷെ നമുക്ക് ഇതിപ്പം നല്ലൊരു സുഹൃത്തുള്ളത് കൊണ്ട് എന്തും തുറന്നു പറയാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹം. അതെ അതെ, എനിക്കും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നു. കോവിഡ് ടൈം അല്ലേടി, പ്രത്യേകിച്ചും കോവിഡ് ടൈം കുഷ്മാന്റെ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. മറിമാണ്ടം എൻ്റെ പ്രൈവറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യരുത്. എനിവേ, കേരളത്തിലിരുന്നാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെയായിരുന്നു. എനിക്ക് ഇവിടെ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ യൂണിവേഴ്സിറ്റി അടച്ച് ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം ഇവിടെ ലോക്ക്ഡൌൺ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എങ്ങോട്ടും പോകാനും ഇല്ല. പിന്നെ ഞങ്ങൾ ഫോൺ വിളിക്കുക ഡെയിലി ടു സം. ഒരു എക്സ്റ്റെന്റ് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഷ്മാണ്ഡത്തിന്റെ മാതാവിന് വരെ ഡൗട്ട് ആയി തുടങ്ങി. അതെ, രാത്രിയിൽ കിടന്ന് കുശേഷിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മ കുറച്ച് തഗ്ഗാണ്. ഞാനും മറിമാണ്ടും പണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വേറെ ഒന്നും പിന്നെ ആലോചിക്കത്തില്ല. ഞങ്ങളുടെ ആ കോൺവെർസേഷനിൽ അങ്ങ് മുഴുകിയിരിക്കും. എന്നിട്ട് എൻ്റെ അമ്മ വല്ല ഫ്രൂട്ടോ വല്ല പഴമോ ആയിട്ട് വരും. എന്നിട്ട് ഞാൻ ഇവിടെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് അമ്മയാണെങ്കിൽ വന്നിട്ട് ആ പഴമൊക്കെ ഈ കുരങ്ങനെ സൂയിലെറിഞ്ഞു കൊടുക്കുന്നില്ല, എറിഞ്ഞു കൊടുക്കുക. അത് വീഡിയോ കോളിലാണ് റെക്കോർഡ് ചെയ്ത് വെച്ചില്ല. പക്ഷെ അത് എപ്പോഴും നമ്മൾ പ്രിസർവ് ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു അത് കൊണ്ടായിരുന്നു. ഇവളെ എൻ്റെ വീട്ടിലെല്ലാവർക്കും അറിയാം. എൻ്റെ പപ്പായ്ക്കോ അമ്മയ്ക്കോ എല്ലാവർക്കും അറിയാം. ഇവളവിടെ ഒരു ദിവസം വന്ന് സ്റ്റേ ഒക്കെ ചെയ്തിട്ട് എല്ലാവർക്കും സ്തുതിയൊക്കെ പറഞ്ഞു കൊടുത്തപ്പോഴത്തെ എല്ലാവരും വല വീഴും. ഇപ്പോഴും പറയുന്നുണ്ട്, ആ കൊച്ചു വന്നപ്പോ എന്ത് മര്യാദക്കാരിയായിരുന്നു, എന്നാ വൃത്തിക്ക, നല്ല കുടുംബത്തിൽപ്പെടാം. പക്ഷെ എന്താണ്, യൂണിവേഴ്സിറ്റി ടൈമില് നമ്മുടെ രണ്ടുപേരുടെയും പാരന്റ്സിന് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലായിരുന്നു. യൂണിവേഴ്സിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ പാരന്റ്സ് വിചാരിച്ചാണോ യൂണിവേഴ്സിറ്റി ഒക്കെ കഴിയുന്നവരെ കാണത്തുള്ളായിരിക്കും ഈ ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ ഇപ്പം നമ്മൾ രണ്ടും യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞങ്ങള് ഏത് വർഷമാണ് കഴിഞ്ഞ 2018 കഴിഞ്ഞാണ് ഇപ്പോഴും ഞാനിവിടെ ഇങ്ങനത്തെ എന്തെങ്കിലും ഇത് വരുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് പറഞ്ഞ് എഴുതാം. അങ്ങനെ എന്തെങ്കിലും എഴുതാം. എഡിറ്റിംഗ് ഇതല്ല, വീഡിയോ നീണ്ടും തോറും എനിക്കാണ് പാടുപെടുന്നത്. അതെ, എന്നെങ്കിൽ പിന്നെ ഇന്ന് ഇത്ര ആയില്ലേ, നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ലൈക്ക് ഇന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഇതുപോലെ വെക്കാം. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ എന്താണ് ഒരു ടോപ്പിക് എടുത്തിട്ട് സംസാരിക്കാം. അതെ, ഞങ്ങൾ ഈ ഒരാഴ്ച ഡിസൈഡ് ചെയ്യാം അടുത്ത ആഴ്ച എന്ത് ടോപ്പിക് വേണം, എന്നിട്ട് അതിനെ മാത്രം നമ്മൾ സംസാരിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ യൂഷ്വലി ഒരു പോയിന്റിൽ തുടങ്ങി പിന്നെ എത്തുന്നത് വേറൊരു പോയിന്റിലായിരിക്കും. പക്ഷെ അങ്ങനെ കേട്ട ഒരു രസമില്ലല്ലോ, അതുകൊണ്ട് ട്രൈ ടു സ്റ്റിക്ക് ഓൺ ടു സംതിങ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ മുഴുവൻ കേട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി. എനിക്കറിയാം ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം,
പക്ഷെ എന്നാലും കേട്ട് സഹിച്ചു നിന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. നന്ദി. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ആഴ്ച ഈ സമയം കാണും വരെ ബൈ ബൈ. എടി ഇത് ഇപ്പൊ കട്ട് ചെയ്യണോ? കട്ട് ചെയ്യാൻ എന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യട്ടെ. എന്നിട്ട് വാട്സാപ്പിൽ വിളിക്കാം. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ കാണാൻ റെക്കോർഡാവുന്നില്ല. റെക്കോർഡായില്ല ഇതുവരെ. റെക്കോർഡ് ചെയ്തില്ല ഇതുവരെ. നീ പണി ഏൽപ്പിച്ചപ്പോഴേ എനിക്കത് റെക്കോർഡായി. ശരി, ഓക്കെ. വാട്സാപ്പ് ടാറ്റ.